എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ്. 25 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, 2026 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ യാങ് ഷുവാങ് സി ആണ് 2026 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിന്റെ രചയിതാവ്. നിലവിലെ കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ പി സി വിഷ്ണുനാഥാണ് നിലവിലെ കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി. 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം. 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി അലക്സാണ്ടർ സ്വരേവ് ആണ് 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. 2026 ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം. 2026 ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 48 ടീമുകളാണ് 2026 ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത്. 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ എം മുകുന്ദനാണ് 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. നോർവേ ചെസ് ടൂർണമെന്റിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? നോർവേ ചെസ് ടൂർണമെന്റിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം. ആൻസർ ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദയാണ് നോർവേ ചെസ് ടൂർണമെന്റിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം. 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ആരാണ്? 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ആരാണ്? ആൻസർ ഓപ്ഷൻ എ പി മാളവികയാണ് 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം. നിലവിലെ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഒ ജെ ജനീഷ് ആണ് നിലവിലെ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി. ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ ത്രിവർണ പതാക സ്ഥാപിച്ചത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ ത്രിവർണ പതാക സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആൻഡമാൻ നിക്കോബാറിലെ സ്വരാജ് ദ്വീപിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ ത്രിവർണ പതാക സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ ഗ്രാമകോടതിയുള്ള മണ്ഡലം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ഗ്രാമകോടതിയുള്ള മണ്ഡലം. ആൻസർ ഓപ്ഷൻ ബി വാമനപുരമാണ് ഇന്ത്യയിലെ ആദ്യ ഗ്രാമകോടതിയുള്ള മണ്ഡലം. നിലവിലെ കേരള തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേരള തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി വി ഡി സതീശനാണ് നിലവിലെ കേരള തുറമുഖ വകുപ്പ് മന്ത്രി. 2024 ഫെബ്രുവരിയിൽ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? 2024 ഫെബ്രുവരിയിൽ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ട മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി തളിപ്പറമ്പ് മണ്ഡലമാണ് 2024 ഫെബ്രുവരിയിൽ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പുതുതായി ഇടം പിടിച്ച ഇന്ത്യൻ ഉത്സവം ഏതാണ്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ
പുതുതായി ഇടം പിടിച്ച ഇന്ത്യൻ ഉത്സവം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ദീപാവലി. ദീപാവലിയാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പുതുതായി ഇടം പിടിച്ച ഇന്ത്യൻ ഉത്സവം. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് എവിടെയാണ്? 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസിലാണ് 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാവുന്നത്. ആദ്യ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് വേദിയായത്? ആദ്യ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് വേദിയായത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി സൗദി അറേബ്യ. സൗദി അറേബ്യയിലാണ് ആദ്യ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് വേദിയായത്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സെക്രട്ടറി ആരാണ്? കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ സെക്രട്ടറി ആരാണ്? ആൻസർ ഓപ്ഷൻ എ എസ് രാജീവ്. എസ് രാജീവാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ സെക്രട്ടറി. കേരളത്തിൽ നടപ്പിലാക്കിയ സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു സാമൂഹ്യ അധിഷ്ഠിത ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ പാവപ്പെട്ട സ്ത്രീകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിൽ നടപ്പിലാക്കിയ സ്ത്രീ കേന്ദ്രീകൃത ഒരു സാമൂഹ്യ അധിഷ്ഠിത ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ പാവപ്പെട്ട സ്ത്രീകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കുടുംബശ്രീ. കുടുംബശ്രീയാണ് കേരളത്തിൽ നടപ്പിലാക്കിയ സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു സാമൂഹ്യ അധിഷ്ഠിത ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ പാവപ്പെട്ട സ്ത്രീകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ദിയ ബിനു പുളിക്കക്കണ്ടം. ദിയ ബിനു പുളിക്കക്കണ്ടമാണ് 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. താഴെ കൊടുത്തിരിക്കുന്ന ചലച്ചിത്ര നടന്മാരിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളി നടൻ ആരാണ്? താഴെ കൊടുത്തിരിക്കുന്ന ചലച്ചിത്ര നടന്മാരിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളി നടൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ മോഹൻലാൽ. മോഹൻലാലാണ് താഴെ കൊടുത്തിരിക്കുന്ന ചലച്ചിത്ര നടന്മാരിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളി നടൻ. 2026 ജൂണിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ്? 2026 ജൂണിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏത്? ആൻസർ ഓപ്ഷൻ ബി വർക്കല. വർക്കലയാണ് 2026 ജൂണിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം എവിടെയാണ് നിർമ്മിക്കുന്നത്? ഇന്ത്യയിലെ ആദ്യ കടലിനടിയിലൂടെയുള്ള റെയിൽ തുരങ്കം എവിടെയാണ് നിർമ്മിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ വിക്രോളി. വിക്രോളിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള റെയിൽവേ തുരങ്കം നിർമ്മിക്കുന്നത്. 2026 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കിരീടം നേടിയ ടീം ഏതാണ്? 2026 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കിരീടം നേടിയ ടീം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഈസ്റ്റ് ബംഗാൾ. ഈസ്റ്റ് ബംഗാളാണ് 2026 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കിരീടം നേടിയ ടീം. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ വിലക്ക് നീങ്ങിയതിനെ തുടർന്ന് 2028 ഒളിമ്പിക്സിൽ സ്വന്തം രാജ്യത്തിന്റെ മേൽവിലാസത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടിയ രാജ്യം ഏത്? അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ വിലക്ക് നീങ്ങിയതിനെ തുടർന്ന് 2028 ഒളിമ്പിക്സിൽ സ്വന്തം രാജ്യത്തിന്റെ മേൽവിലാസത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബെലറൂസ്. ബെലറൂസാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ വിലക്ക് നീങ്ങിയതിനെ തുടർന്ന് 2028 ഒളിമ്പിക്സിൽ സ്വന്തം രാജ്യത്തിന്റെ മേൽവിലാസത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടിയ രാജ്യം.
16ാം കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച വ്യക്തി ആരാണ്? 16ാം കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ PK കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടിയാണ് 16ാം കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച വ്യക്തി.